വളരെ ഈസി ആയിട്ട് നമുക്ക് 1000 മുതൽ 1500 രൂപ വരെ കിട്ടുന്ന ഒരു അടിപൊളി ട്രിക്ക് പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്നതൊക്കെ എനിക്ക് വന്ന പേയ്മെന്റ് ആണ്. ഇതൊക്കെ എനിക്ക് കിട്ടിയ പേയ്മെന്റിന്റെ ഒരു ഹിസ്റ്ററിയാണ്. 150 രൂപ, 200, 150 രൂപ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം തന്നെ ഒരുപാട് തവണ എനിക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു എമൗണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ട്രിക്ക് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഓൾറെഡി ഒരു SMS വരും, അല്ലെങ്കിൽ നമുക്കൊരു വാട്സാപ്പിൽ ഒരു ലിങ്ക് വരും, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് വരും, നമ്മുടെ HR-ന്റെ ടീം വരും. അവർ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാണ് നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുന്ന ജോബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി 1000 മുതൽ 1500 രൂപ വരെ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഈ ജോബ് വളരെ സിമ്പിളാണ്. ആദ്യമേ തന്നെ അവർ നമുക്ക് 3 ലിങ്ക് തരും, അതായത് 3 ഗൂഗിൾ മാപ്പിലുള്ള സ്ഥലങ്ങളുടെ ലിങ്ക് തരും. നമ്മൾ അവിടെ കയറി നമ്മുടെ ഗൂഗിൾ ID വെച്ചിട്ട് തന്നെ നമ്മളവിടെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ ആ സ്ക്രീൻഷോട്ട് കൂടെ അവർക്ക് ഷെയർ ചെയ്യുമ്പോൾ സ്പോട്ടിൽ തന്നെ നമുക്ക് ഒരു റിവ്യൂവിന് 50 രൂപ വെച്ച് 150 രൂപ നമുക്ക് തരുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളെ ഇവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ട്. അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമ്മൾ ഓരോ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് 50 രൂപ വെച്ച് കിട്ടുന്നതാണ്. ടാസ്ക് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്, ഈ ജോലിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വരുന്നത് വേറൊരു ഗ്രൂപ്പിലാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു അഡ്മിൻ ഉണ്ട്, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. നമ്മൾ ആ ഗ്രൂപ്പിൽ ഓരോരോ ടാസ്ക് വരും. ഈ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഗ്യാപ്പിലൊക്കെ നമുക്ക് ഓരോരോ റിവ്യൂ ചെയ്യാനായിട്ടുള്ള ലിങ്കുകൾ വന്നുകൊണ്ടിരിക്കും. അവർ ലിങ്ക് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ആ ലിങ്ക് കയറിയിട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് നമ്മൾ ആ സ്ക്രീൻഷോട്ട് റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്ററിന് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്പോട്ടിൽ തന്നെ 50 രൂപ ഓരോ റിവ്യൂ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ഇക്കോണമി ടാസ്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടാസ്ക് വരും. അതും വളരെ സിമ്പിളാണ്. നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു പുതിയ ആളാണെങ്കിൽ നമുക്ക് 2000 രൂപ എന്നുള്ള ഒരു എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതിൽ നിന്ന് ഒരുപാട് എമൗണ്ടുകളുണ്ട്. 2000, 5000, 6000 അങ്ങനെ ഒരുപാട് എമൗണ്ടുകളുണ്ട്. മാക്സിമം 1,30,000 വരെയൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു തുടക്കക്കാരൻ നിലയിൽ നമ്മൾ ഒരുപാട് എമൗണ്ടിലേക്കൊന്നും പോകാതെ 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 2800 രൂപയായിട്ട് 15 മിനിറ്റിനുള്ളിൽ നമുക്ക് റിട്ടേൺ വരും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. ഈ ഒരു ജോബ് അഡ്മിൻ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓരോരുത്തരും അവരവർ ചെയ്യാൻ പോകുന്ന എമൗണ്ട് ഒക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2000, 5000 അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും അവരവർ പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും ആ ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ട്. അതായത് അവർ ഓൾറെഡി പേയ്മെന്റ് ചെയ്തു, ഇനി അവർക്ക് റിട്ടേൺ കിട്ടേണ്ടതാണ്. സോ അങ്ങനെ നമ്മളും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എമൗണ്ട് അതോടെ പോകും. അതായത് 2000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു വിവരം ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി വളരെയധികം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഏൺ ചെയ്ത ഈ എമൗണ്ടുകളൊക്കെ റിയൽ തന്നെയാണ്, ഫേക്ക് ഒന്നുമല്ല. പക്ഷേ ഒരു തവണ പോലും ഞാൻ ഇക്കോണമി ടാസ്ക് ഞാൻ ചെയ്തിട്ടില്ല. ഓരോ 3-4 ടാസ്കുകൾ കഴിയുമ്പോൾ ഇക്കോണമി ടാസ്ക് വരും. ഇപ്പം നമ്മൾ പുതിയ ആളായതുകൊണ്ട് 2000 രൂപ വെച്ച് ചെയ്താൽ മതി എന്നവർ പറയും. പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ ടാസ്ക് ചെയ്യുന്നില്ല, ആ ടാസ്ക് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണെന്നുള്ളത്. അങ്ങനെ ഒരു 3 തവണ നമ്മൾ ഈ ടാസ്ക് സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ റിവ്യൂവിന് നമുക്ക് 50 രൂപ കിട്ടുന്നതിന് പകരം 20 രൂപയായത് കുറയും. എങ്കിലും നമ്മൾ ഒരു എമൗണ്ട് പോലും കൊടുക്കാതെ വളരെയധികം ക്ഷമയോടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ റിസ്ക് എടുത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ 20 രൂപ തികയുന്ന സാഹചര്യത്തിൽ 20 രൂപ മാറി അത് 150 രൂപ അല്ലെങ്കിൽ 200 രൂപ ആകുമ്പോൾ നമുക്ക് എമൗണ്ട് അവർ അയച്ചു തരിക തന്നെ ചെയ്യും. അപ്പോഴും നമ്മുടെ ഒരു ട്രസ്റ്റ് അവരെടുക്കുകയാണ്. അതായത് പേയ്മെന്റ് നമുക്ക് തരുന്നുണ്ട്, അപ്പോൾ നമുക്കിനി 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ 2800 രൂപയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരു ട്രസ്റ്റ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ കാണുന്ന ചാറ്റ്. എനിക്ക് ആദ്യമേ വന്ന മെസ്സേജ് ഇതാണ്. ഞാൻ ഇങ്ങനെ ഒരു HR-ന്റെ ടീമാണ്, ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വന്ന മെസ്സേജും ജോബ് ഡീറ്റെയിൽസ് ഒക്കെ ഇതാണ്. അപ്പം ഞാൻ ആദ്യമേ ചോദിച്ചു ഇത് ഫേക്ക് അല്ലേ അല്ലെങ്കിൽ ഇത് സ്കാം അല്ലേ? അപ്പോൾ അവർ പറഞ്ഞു ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ തന്നു. ഞാൻ എന്തായാലും ഒന്ന് പയറ്റി നോക്കാം തന്നെ വിചാരിച്ചു. കാരണം ഇതെന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെന്താണ് സംഭവം നോക്കാൻ വേണ്ടി തന്നെ ഞാനത് തീരുമാനിച്ചു. 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ ആലോചിച്ചായിരുന്നു. കാരണം ഇതേപോലെ ഒരുപാട് ഫ്രോഡ് പരിപാടികളൊക്കെ ചുറ്റും നടക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 1 രൂപ പോലും നമ്മൾ സ്പെൻഡ് ചെയ്യണില്ല എന്നുള്ളത് ആദ്യമേ ഞാൻ ഉറപ്പിച്ചായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസപ്ഷനിസ്റ്റ് നമുക്ക് ഓരോ ഡ്യൂട്ടികളൊക്കെ തന്നു. നമ്മൾ ആദ്യമേ തന്നെ 3 റിവ്യൂ ചെയ്തപ്പോൾ 150 രൂപ നമുക്ക് റിസപ്ഷനിസ്റ്റ് അയച്ചു തന്നു. അപ്പോൾ തന്നെ അവർ നമ്മൾ ട്രസ്റ്റ് വാങ്ങിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഓരോരോ ടാസ്കുകൾ വരുന്നു, നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നു. ടൈമിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു. അവർ ഓരോ ടാസ്കിന് ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇക്കോണമി ടാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ടാസ്ക് വരും. 2000 രൂപ, 5000 രൂപ, 6000 രൂപ അങ്ങനെ ഒരുപാട് എമൗണ്ടുകൾ ആ ഒരു ചാർട്ട് ഉണ്ട്. ഈ കാണുന്നതാണ് ആ ചാർട്ട്. ഈ ചാർട്ട് വരും.
അപ്പം നമ്മൾ തുടക്കക്കാരനാകുമ്പോൾ അവർ പറയും നിങ്ങൾ 2000 ചെയ്താൽ മതി, വലിയ എമൗണ്ടിലേക്ക് ഒന്നും ഇപ്പോൾ പോകണ്ട, അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ രീതിയിൽ അവരങ്ങനെ പറയും. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു ടാസ്ക് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യാണെന്ന് പറയും. അപ്പോൾ അവർ ആദ്യമൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറയും. ഒരു 2-3 തവണ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും ഇനി സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ 50 രൂപ എന്നുള്ള ഒരു റിവ്യൂവിന് 50 രൂപ എന്നുള്ളത് മാറി 20 രൂപയാവും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്ന ഈ ഗൂഗിൾ മാപ്പിലെ സ്ഥലങ്ങളൊക്കെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളതും ഒരുപാട് റിവ്യൂസും റേറ്റിംഗ്സും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇനി അവരും കൂടെ അറിഞ്ഞിട്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ വെറുതെ ഒരു ഇനീഷ്യലി കുറച്ച് എമൗണ്ടുകൾ നമുക്ക് തന്നിട്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ ഒരാളെ വല്ലതും ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. ബാക്കി ഗ്രൂപ്പിലുള്ള അത്രയും മെമ്പേഴ്സും ഒരുപക്ഷെ ഇവരുടെ ആളുകൾ തന്നെ ആയിരിക്കും. പേയ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് അയക്കുന്നതും ഒരുപക്ഷെ ഫേക്ക് ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്കതൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു എല്ലാവരും പേയ്മെന്റ് ചെയ്യുന്നുണ്ട്, അതിന് സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട്, അപ്പോൾ ജെന്യൂൻ ആയിരിക്കും എന്ന് കരുതി നമ്മളും പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവരുടെ ഒരു വിവരം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ജോബിൽ ഞാൻ ആക്ച്വലി 2 ദിവസം നിന്നു, ക്ഷമയോടെ 2 ദിവസം നിന്നു. അവരും ക്ഷമയോടെ 2 ദിവസം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. ഞാൻ ഇപ്പോൾ പൈസ ഇറക്കും അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ നിന്നു. പക്ഷേ ഞാൻ ഒരു എമൗണ്ട് പോലും ഇറക്കിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനത്തെ എക്കോണമി ടാസ്കുകൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട്, അത് കമ്പനി പോളിസിക്ക് എതിരായത് കൊണ്ടും എന്നെ ഇതിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇക്കോണമി ടാസ്ക് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിവ്യൂവിന് 50 രൂപ തരുന്നതിന് പകരം അത് 100 രൂപയും 150 രൂപയൊക്കെ ആവും. അതേപോലെ തന്നെ 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 2800 രൂപ ആയിട്ട് റിട്ടേൺ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഒരു ലാസ്റ്റ് മെസ്സേജ് ആയപ്പോൾ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്ന മെസ്സേജ് ഇങ്ങനെയാണ്: ഇനി മുതൽ റെഗുലർ ആയിട്ടുള്ള ടാസ്കുകൾ ഈ ഗ്രൂപ്പിൽ വരുന്നില്ല, അതിന് പകരം നിങ്ങൾ റിസപ്ഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഓഡിറ്ററിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ വേറെ ടാസ്കുകളുള്ള ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ റിസപ്ഷനിസ്റ്റിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് നമ്മളിങ്ങനെ ഇക്കോണമി ടാസ്കുകൾ ചെയ്യുന്ന വേറെ ഗ്രൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം, ആ ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയ, അതായത് എനിക്ക് അറൗണ്ട് ഒരു 1500 രൂപ അടുത്ത് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ 2 ദിവസം കൊണ്ട്. അപ്പോൾ അത്ര എമൗണ്ട് വരെ എനിക്ക് മാക്സിമം കിട്ടി, 1 രൂപ പോലും ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാതെ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ സത്യമാണ്, പക്ഷേ ഇത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ആരും തന്നെ ഇതിലേക്ക് പോകരുത്. ഇങ്ങനെയുള്ള ജോബുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വളരെയധികം കെയർഫുള്ളായിട്ട് മാത്രം അതിനെ ഹാൻഡിൽ ചെയ്യുക. ഒരു എമൗണ്ട് പോലും ഡെപ്പോസിറ്റ് ചെയ്യാൻ നിൽക്കരുത്. വളരെയധികം ഫ്രോഡായിട്ടുള്ള പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി വെരി കെയർഫുൾ. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ ഈ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ അമർത്തുകയാണെങ്കിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.